കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഫേസ്ബുക്കിൽ പല പോസ്റ്റുകൾ കാണാനിടയായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഭാരതി ജനൌഷധി പരിയോജന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജനൌഷധി കേന്ദ്രങ്ങൾ ബേസ് ചെയ്ത് വരുന്ന മരുന്നുകൾ, അവിടുന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾക്ക് ഫലപ്രാപ്തി ഇല്ലാന്നും പലപ്പോഴും ഡോക്ടർമാരുടെ ഈ പറഞ്ഞ അനക്ഡോട്ടൽ എവിഡൻസുകളാണ് കാണാനിടയായത്. പല ഡോക്ടർമാരും ജനൌഷധി മരുന്നുകൾ കൊടുത്തിട്ട് രോഗം മാറിയില്ല എന്നും അതിനുശേഷം ബ്രാൻഡഡ് മരുന്നുകൾ കൊടുത്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ രോഗം മാറി റിക്കവർ ചെയ്തും തുടങ്ങിയ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി. ഇത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ വലിയ വലിയ സെലിബ്രിറ്റികൾ ഷെയർ ചെയ്യുകയും അങ്ങനെ ജനൌഷധി കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഒരു ചെറിയ ക്യാമ്പയിൻ ഫേസ്ബുക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇതിന് പുറകിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിക്കുകയും തുടർന്ന് ഒരു ചെറിയ റിസർച്ച് നടത്തുകയും ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആദ്യമേ തന്നെ പറയാം. കാരണം ഇത് മനുഷ്യരുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവൻ ഇനി ആരെങ്കിലും കണ്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ പറയുകയാണ്. ജനൌഷധി കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യുന്ന മരുന്നുകൾ ഏതാണ്ട് 99% സേഫാണെന്നുള്ള എല്ലാത്തരം ഡോക്യുമെൻറ്റുകളും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സും തൊട്ട് ഇത് വെയർഹൗസുകളിൽ സ്റ്റോർ ചെയ്തതും തൊട്ട് വിതരണം ചെയ്യുന്നതിനിടയിൽ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി ചെക്കിങ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പബ്ലിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഫാർമസിയിൽ നിന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് കോൾഡ് ഇൻവെർട്ടഡ് കോമിലുള്ള ബ്രാൻഡഡ് മരുന്നുകളെക്കാൾ ഒരുപക്ഷെ വിശ്വസനീയമാണ് ജനൌഷധി മെഡിസിൻ എന്നാണ് ഞങ്ങളുടെ കൺക്ലൂഷൻ. ഈ കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ എങ്ങനെയാണ് എത്തിയതെന്ന് തുടർന്നുള്ള വഴിയെ പറയാം. ഇനി ആരെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈവൻ ദോ അവർക്കും ഈ ഒരു കൺക്ലൂഷൻ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആദ്യം തന്നെ പറഞ്ഞത്. ഇത് ഞങ്ങൾ തുടർന്നുള്ള സമയത്ത് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ജനൌഷധി മരുന്നുകളുടെ സേഫ്റ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയുടെ ഒരു ഹിസ്റ്ററി ചെറുതായിട്ടൊന്ന് നമുക്ക് നോക്കാം. 1947 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇവിടെ അങ്ങനെ മാനുഫാക്ചറിങ് പ്ലാന്റുകളൊന്നും ഇല്ല. നമ്മളുടെ നാട്ടിലാകെ കുറേ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഓൾമോസ്റ്റ് 90% മുകളിൽ മെഡിസിൻസ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ 30 കോടി ജനങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ ഒരിക്കലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് അഫോർഡബിൾ അല്ല. പലപ്പോഴും പാവപ്പെട്ടവർക്കോ ഈവൻ മിഡിൽ ക്ലാസ്സുള്ള ആൾക്കാർക്ക് പോലും ഈ പറയുന്ന മെഡിസിൻസ് ഒന്നും അഫോർഡബിൾ ആയിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഗവൺമെൻറ്റിന് തന്നെ ഈ ഒരു പ്രശ്നം മനസ്സിലാകുകയും 1954 നമ്മുടെ ആദ്യമായിട്ട് ഇതിലൊരു സ്റ്റെപ്പ് നമ്മൾ കാണുന്നത് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റായിട്ട് സ്ഥാപിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ USSRുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് 1-2 പ്ലാന്റുകൾ നമ്മൾ അഡീഷണൽ ആയിട്ട് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു സ്ഥായിയായ സൊല്യൂഷൻ ആയിരുന്നില്ല. അതിനുശേഷവും നമ്മൾ വളരെയധികം വിദേശ രാജ്യങ്ങളായിട്ട് ഡിപ്പെൻഡഡ് ആയിരുന്നു. നമ്മൾ ഇത്രയും വലിയ പോപ്പുലേഷനുള്ള ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മരുന്നുകളൊന്നും ലഭ്യമായിരുന്നില്ല. അന്നത്തെ കാലത്ത് ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും ലഭ്യമായിരുന്നില്ല എന്ന് വേണം പറയാൻ. നമ്മൾ പഞ്ചവത്സര പദ്ധതികളൊക്കെ കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഈ പറഞ്ഞ കാർഷിക വിപ്ലവമൊക്കെ നടത്തിയ ശേഷമാണ് നമ്മൾക്ക് ഭക്ഷണമെങ്കിലും ലഭ്യമായി തുടങ്ങിയത്. എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ മെഡിസിൻ്റെ ഒരു അപ്രാപ്യത വളരെ വലിയ രീതിയിൽ ഇന്ത്യൻ ജനതയെ അന്നേരം എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ചെറിയ ഇൻസിഡൻറ്റ് നടക്കുന്നത്. 1960കളിൽ സിപ്ല എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഡ്രഗ് കമ്പനിയുടെ ഒരു മരുന്ന്, അവർക്ക് പേറ്റൻ്റ് ഉള്ള ഒരു മരുന്ന് കോപ്പി അടിച്ചു എന്ന് തന്നെ പറയാം. ലിറ്ററലി അവർ ആ ടാബ്ലറ്റ് എടുത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള അപ്രൂവൽ ഇല്ലാതെ സിപ്ല ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങി. ആ സമയത്ത് UK ബേസ്ഡ് കമ്പനി അവരന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് വരികയും ഇത്തരത്തിൽ ഈ ഭാരതത്തിലെ ഒരു കമ്പനി ഞങ്ങളുടെ മരുന്ന് കോപ്പി അടിക്കുന്നു എന്ന് കംപ്ലൈൻറ്റ് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇന്ദിരാഗാന്ധി ഈ ഒരു വിഷയം ശ്രദ്ധിക്കുന്നത്, ഇന്ത്യയിലുള്ള ഈ പറഞ്ഞ ഫാർമസ്യൂട്ടിക്കൽ ഇഷ്യൂസ്, കമ്പനികളുടെ ഇഷ്യൂസൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള കമ്പനികളുടെ പേറ്റൻ്റ് ഉള്ള വിദേശ കമ്പനികളുടെ മരുന്നുകളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാലത്തും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാകുകയും അങ്ങനെ 1970 അവർ പേറ്റൻ്റ് ആക്ട് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അത് ഏകദേശം 2 നൂറ്റാണ്ട് മുമ്പാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള പേറ്റൻ്റ് ആക്ട് ആയിരുന്നു. 1823 എൻ്റെ ഓർമ്മ. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത് 1970. ഈ ചേഞ്ച് ചെയ്ത സമയത്ത് അവർ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ക്ലോസ് വെച്ചു. അതായത് ഒരു കമ്പനിക്ക് പേറ്റൻ്റ് എടുക്കാവുന്നത് പ്രൊഡക്റ്റിനല്ല, എൻഡ് പ്രൊഡക്റ്റിനല്ല, പകരം ആ പ്രോസസ്സിനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു മരുന്ന് ഉണ്ടാക്കുകയാണ്. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ A+B+C+D ഈസ് ഈക്വൽ ടു എ ഡ്രഗ് ആണെങ്കിൽ ഈ A
B+C എന്നുള്ളത് വേറൊരു കോമ്പൗണ്ട് ആയിരിക്കുമല്ലോ, D വേറൊരു കോമ്പൗണ്ടുമാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിൽ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടോ ഒക്കെയാണ് പുതിയൊരു ഡ്രഗ് നമ്മൾ ഉണ്ടാക്കുന്നത് വിചാരിക്കുക. ഈ വഴി അല്ലാതെ മറ്റൊരു രീതിയിലും ഇതേ ഡ്രഗ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് മറ്റൊരു പേറ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുകയും ഇന്ത്യൻ കമ്പനികൾക്ക് അങ്ങനെ ഈ ഡ്രഗ് ഉണ്ടാക്കാനുള്ള ഒരു ബാക്ക് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ആക്ച്വലി ഇന്ദിരാഗാന്ധി അവിടെ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഒക്കെ സിനിമ കണ്ടതുപോലെ ഒരു പൈറേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ലീഗലൈസ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ചെയ്തത്. നമുക്ക് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രഗ് അല്ലെങ്കിൽ ഒരു 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 കമ്പനി വളരെയധികം കാലം റിസർച്ച് ചെയ്ത് ഈ പറഞ്ഞ ട്രയൽസ് ഒക്കെ നടത്തി പേറ്റൻ്റ് എടുത്ത ഒരു മരുന്ന് ഇന്ത്യൻ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും കോപ്പി അടിക്കാവുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു ലോ വന്നതിന് ശേഷമുള്ള ചേഞ്ച്. അത് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതൊരു തെറ്റായ രീതിയായിരുന്നോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് ഭംഗം വരുത്തുന്നൊരു തീരുമാനമായിരുന്നു എന്നൊക്കെ തോന്നുമെങ്കിലും അന്നത്തെ കാലത്ത് അത് ആവശ്യമായിരുന്നു. എന്നാൽ മാത്രമേ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ആവശ്യത്തിന് മരുന്നുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു ലോ നിലവിൽ വന്നതിന് ശേഷം, ഈ പറഞ്ഞ പൈറസി ലീഗലൈസ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരുപാട് മെഡിസിനുകൾ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്ത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ വിപണിയിൽ എത്തിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐബുപ്രൂഫിൻ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വേദന സംഹാരിയാണ്. നമ്മൾ പറയുന്ന നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. ഈ സാധനം കണ്ടുപിടിക്കുന്നത് 1967 എന്നാൽ 6 കൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ അതിൻ്റെ ജനറിക് ബ്രാൻഡ് സിപ്ല അടിച്ചിറക്കി. ഓക്കെ, 1973 ഈ സാധനം ഇന്ത്യയിൽ എത്തി. നേരെ മറിച്ച് ഇതിൻ്റെ പേറ്റൻറ്റ് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ മരുന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർ കോൺട്രാക്റ്റ് കൊടുത്ത് അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ ഇറക്കുകയാണെങ്കിലോ വളരെ വലിയ എമൗണ്ടിൽ നമുക്ക് ഈ പറഞ്ഞ ഡ്രഗ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അത് സാധാരണക്കാർക്ക് ഒരിക്കലും അപ്രോപ്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ബെയർ എന്ന് പറയുന്ന വലിയൊരു കമ്പനി അവർ സിപ്രോഫ്ലോക്സാസിൻ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുകയും അത് 3 വർഷം കൊണ്ട് ഇന്ത്യയിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അടിച്ചിറക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒരു ബൂമിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട യാതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഒന്നും ഉണ്ടായിരുന്നില്ല. സിംപിളി എന്താണോ വെസ്റ്റേണേഴ്സ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടാബ്ലറ്റ് എടുക്കുന്നു, അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യുന്നു, അതിനുശേഷം അത് നമ്മൾ അടിച്ചിറക്കുന്നു, നമ്മളത് കയറ്റുമതി കൂടെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈ 1970 ശേഷം ഒരു വളരെ വലിയ ചേഞ്ചസിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മരുന്ന് നിർമ്മിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുകയുണ്ടായി. എന്നാൽ ഇത് അധികകാലം മുന്നോട്ട് പോയില്ല. 1990കളിലാണ് നമ്മളുടെ രാജ്യം ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ആ സമയത്ത് ഇന്ത്യയിലെ ഈ പേറ്റന്റ് ലോ വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഇന്ത്യൻ കമ്പനികൾ ഈ പറഞ്ഞ മറ്റുള്ള വിദേശ കമ്പനികളെയൊന്നും അംഗീകരിച്ചു കൊടുക്കുന്നില്ല, അവരുടെ പേറ്റൻറ്റുകളെയൊന്നും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനൊന്നും നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ള തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ട് നമ്മളൊരു കരാർ ഏർപ്പെടുകയാണ്. അത് ട്രിപ്സ് എന്ന് പറയും, അഗ്രിമെൻറ്റ് ഓഫ് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അത് സൈൻ ചെയ്തതിന് ശേഷം ഈ പേറ്റന്റ് ലോ അമെൻഡ് ചെയ്യപ്പെടുകയും ഇത്ര ഈസി ആയിട്ട് നമുക്ക് ആ പറയുന്ന മരുന്നുകൾ നിർമ്മിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മിക്കവാറും വെളിയിലുള്ള ഈ വൻകിട കമ്പനികളുമായിട്ട് വലിയ വലിയ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുകയും അവരുടെ പല ഡ്രഗുകളും അവരുടെ പല മെഡിസിൻസും ഇന്ത്യയിൽ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യാനുള്ള കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്യുകയും ചെയ്തിട്ടാണ് സർവൈവ് ചെയ്തത്. അങ്ങനെ 2005 വരെയാണ് ഈ പറഞ്ഞ ട്രിപ്സ് എഗ്രിമെൻ്റ് അഡോപ്റ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ധാരാളം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഓപ്ഷൻസുകൾ നമ്മളുടെ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്ന് നിലവിൽ ഏതാണ്ട് 10,000 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്ക്, ഔദ്യോഗിക കണക്ക്. അതിൽ മിക്ക കമ്പനികളും നമ്മൾ പറയുന്ന MSME ലെവലിലുള്ള മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ലെവലിലുള്ള കമ്പനികളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പനികൾ എല്ലാം തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള മിക്കവാറും എല്ലാ കമ്പനികളും നമ്മൾ ബ്രാൻഡഡ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ജനറിക് എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ക്ലാസിഫിക്കേഷന് വലിയ വിലയൊന്നും കൊടുക്കാത്ത കമ്പനികളാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ കമ്പനികളെല്ലാം തന്നെ ജനറിക് മെഡിസിൻസ് ആണ് നിർമ്മിക്കുന്നത്. ഈ ബ്രാൻഡഡ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഡെവലപ്പ് ചെയ്ത കമ്പനികളാണെങ്കിൽ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഡ്രഗ് ഡെവലപ്മെൻറ്റിൽ വലിയ പങ്കൊന്നും ഗ്ലോബലി തന്നെ നൽകുന്നില്ല. പകരം അവർ മാനുഫാക്ചറിങ് രംഗത്താണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇന്നിപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വിതരണം ചെയ്യപ്പെടുന്ന 40% ജനറിക് ഡ്രഗും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഡ്രഗുകളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരു 10,000-ലധികം മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്. ഈ കമ്പനികളൊക്കെ എല്ലാം തന്നെ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള കമ്പനികളൊന്നും അല്ല. അത് വളരെ ശരിയാണ്. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പലരും
പല രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നവരും അതുപോലെ തന്നെ സ്പൂറിയസ് ഡ്രഗ്സ്, അതായത് ഒരു ബ്രാൻഡഡ് ഡ്രഗിൻ്റെ കോപ്പി അതേ പേരിൽ അതേ ബ്രാൻഡഡ് ഡ്രഗിനെ പോലെ തന്നെ തോന്നിപ്പിച്ച് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പികൾ വിതരണം ചെയ്യുന്ന അത്തരത്തിലുള്ള കമ്പനികൾ ഉണ്ടെന്നൊക്കെയുള്ള പലതരത്തിലുള്ള ന്യൂസുകളും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമ്മളെ കമ്പനികളെ പറ്റി ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ഡൽഹി ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി നിർമ്മിച്ച കഫ് സിറപ്പുകൾ, അത് കുട്ടികൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന കഫ് സിറപ്പുകളായിരുന്നു. അത് കഴിച്ചിട്ട് ഗാംബിയയിലുള്ള ഒരു 69ഓളം കുട്ടികൾ 2022 മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിച്ച ഈ 4 കഫ് സിറപ്പുകൾ വിപണിയിൽ നിന്ന് പിൻവലിക്കണമെന്നും അത് ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള എമർജൻസി നോട്ടീസുകളൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഫ് സിറപ്പുകൾ ഇവർ ചെയ്തത്, കഫ് സിറപ്പിൽ പ്രധാനമായിട്ടുള്ള ഒരു സോൾവെന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഗ്ലിസറിൻ ആയിരുന്നു. അതിന് പകരം അതിനേക്കാൾ ചീപ്പായിട്ട് കിട്ടുന്ന ഡൈ എത്തലീൻ ഗ്ലൈക്കോളോ അല്ലെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോളോ പോലെയുള്ള ഇൻഡസ്ട്രിയൽ സോൾവെന്റുകൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇത്തരം സോൾവെന്റുകൾ കിഡ്നിയെ വളരെ ഭീകരമായിട്ട് ബാധിക്കുകയും അക്യൂട്ട് കിഡ്നി ഡിസീസുകൾ ബാധിച്ച് ഈ കുട്ടികൾ മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇന്ത്യ ഗവൺമെൻറ് ഈ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ ആക്ഷൻസ് എടുക്കുകയും അത് അടച്ചുപൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ത്യ ഗവൺമെൻറ് ഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഷെഡ്യൂൾ എം കോസ്മെറ്റിക്സ് ആക്ടിൻ്റെ 1945 ഉള്ള അമെൻമെൻറ്റുകളൊക്കെ നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് എന്നുള്ളത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ ലൈനിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് 10,000-ഓളം കമ്പനികളുള്ളതിൽ നമ്മൾ വളരെ വലിയ എക്സ്പോർട്ട് മാർക്കറ്റ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുകയുണ്ടായി. ഏതാണ്ട് ലോകത്തിലെ തന്നെ 3ാമത്തെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയാണ് നമ്മുടേത്, അത് ഇൻ വോളിയം. അതുകൂടാതെ അമേരിക്കയിലെ 40% ജനറിക് ഡ്രഗുകളും ഈ പറഞ്ഞ ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് FDA, അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഫ്രീക്വൻ്റ് ആയിട്ട് അവരുടെ പ്ലാന്റുകൾ വിസിറ്റ് ചെയ്യുകയും അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റികൾ ചെക്ക് ചെയ്യുകയും അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ലെങ്കിൽ അവർ വാർണിംഗ് ലെറ്റേഴ്സൊക്കെ സർവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 2017 അങ്ങനെ 35 വാർണിംഗ് ലെറ്ററുകൾ FDA ഇന്ത്യയിലെ പല മാനുഫാക്ചറിങ് ഫെസിലിറ്റികൾക്കും കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും FDA അപ്രൂവലുള്ള ഈ 10,000 മാനുഫാക്ചറിങ് ഫെസിലിറ്റികളിൽ FDA അപ്രൂവൽ ഉള്ളത് ഏതാണ്ട് 650 മാനുഫാക്ചറിങ് ഫെസിലിറ്റികൾക്കാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ക്വാളിറ്റി ചെക്കിംഗ് പ്രോഗ്രാമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ GMP സർട്ടിഫിക്കേഷൻ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് സർട്ടിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കേഷനും ഈ ഡ്രഗ് മാനുഫാക്ചറിങ് രീതി എങ്ങനെയാണ്, അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണോ ചെയ്യുന്നത്, ആ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് വരാൻ സാധ്യതയുണ്ടോ, അതിനുശേഷമുള്ള സ്റ്റോറേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർ നേരിട്ട് WHO പ്രതിനിധികൾ വന്ന് പ്ലാന്റ് വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് GMP സർട്ടിഫിക്കേഷൻ. അത്തരത്തിൽ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ബൈ WHO സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന 2000-ഓളം പ്ലാന്റുകൾ നമ്മളുടെ രാജ്യത്തുണ്ട്. ബാക്കിയുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ പറയുന്ന MSME നിലവാരത്തിലുള്ള പ്ലാന്റുകളിൽ നിന്നും ഡ്രഗ് പ്രൊഡക്ഷൻ നമ്മളുടെ നാട്ടിലുണ്ട്. അത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് മാർക്കറ്റുകളിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഡ്രഗുകൾക്ക് പലപ്പോഴും ക്വാളിറ്റി കൺട്രോളോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങോ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല. നിലവിലുള്ള ഒരു ഹിസ്റ്ററി ആണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. നമുക്ക് ജൻഔഷധി എന്താണെന്നൊന്ന് പരിശോധിക്കാം. ജൻഔഷധി പ്രോഗ്രാം 2005 UPA ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റി ജനറിക് മെഡിസിൻസ് അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ്. ജനറിക് മെഡിസിൻസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ജനറിക് മെഡിസിൻസ് ആണ് ഇന്ത്യയിൽ മിക്കവാറും നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ബ്രാൻഡഡ് മെഡിസിൻ എന്ന് പറയുന്നത് ഈ ജനറിക് മെഡിസിൻ തന്നെ ബ്രാൻഡഡ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജൻഔഷധി വഴി ലഭ്യമാകുന്ന മരുന്നുകൾ മിക്കവാറും 50 മുതൽ 90% വരെ ചെറിയ പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് 2005 സ്റ്റാർട്ട് ചെയ്തെങ്കിലും വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു 80-85 സ്റ്റോറുകൾ മാത്രമേ, ഔട്ട്ലെറ്റുകൾ മാത്രമേ ഓപ്പൺ ചെയ്യാൻ UPA ഗവൺമെന്റിന് പറ്റിയുള്ളൂ. അതിനുശേഷം 2014 ഈ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ എത്തുകയും 2014 തൊട്ട് 2023 വരെ ഈ ഒരു ജൻഔഷധി കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇന്നിപ്പോൾ 2023 ഏതാണ്ട് 13,000 ഔട്ട്ലെറ്റുകൾ രാജ്യത്തുടനീളം ഉണ്ടെന്ന് വേണം കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2016 എല്ലാ പ്രധാന പദ്ധതികളുടെയും പേര് മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ജൻഔഷധി കേന്ദ്രങ്ങളുടെയും പേര് മാറിയിട്ട് പ്രധാനമന്ത്രി ഭാരതീയ ജൻഔഷധി പരിയോജന എന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നിലുള്ള പൊളിറ്റിക്കൽ ഘടകങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു വർഷം ഇപ്പോൾ 2023 ഏതാണ്ട് 2,000 കോടിയിലധികം സെയിലാണ് ജനൌഷധി കേന്ദ്രങ്ങൾ വഴി നടന്നത്. ഈ ഒരൊറ്റ കാര്യത്തിൽ കൂടെ തന്നെ ഏതാണ്ട് 7,500 കോടി രൂപ ഇന്ത്യൻ ജനങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, ഈ മരുന്നിൻ്റെ വിലയിലുള്ള കുറവ് കാരണം. അപ്പോൾ ഈ ജനൌഷധി മെഡിസിൻസിനെ പറ്റിയുള്ള ക്വാളിറ്റി ഇഷ്യൂസ്
പലപ്പോഴും നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ക്വാളിറ്റി കൺട്രോൾ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ജനൗഷധിക്ക് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ജനൗഷധി മെഡിസിൻസ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ജനൗഷധി ടെൻഡറുകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന മാനുഫാക്ചറിങ് കമ്പനികൾക്ക് നിർബന്ധമായും WHO GMP സർട്ടിഫിക്കേഷൻ വേണമെന്നുള്ള നിർദ്ദേശമാണ് ഇതിനകത്ത് ഒന്നാമത്തെ ക്വാളിറ്റി ചെക്കിംഗ് സ്റ്റെപ്പ്. WHO GMP സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഒരു കമ്പനികൾക്കും ജനൗഷധി ടെൻഡറിൽ കോട്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഈ 10,000-ലധികം മാനുഫാക്ചറിങ് ഫെസിലിറ്റികളിൽ 2,000-ലധികമുള്ള GMP സർട്ടിഫിക്കേഷനുള്ള കമ്പനികൾക്ക് മാത്രമേ ജനൗഷധി മരുന്നുകൾ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം 2 സ്റ്റേജ് ടെസ്റ്റിംഗ് ആണ്. അത് NABL ലാബ്സ്, അതായത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്, അതൊരു ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബോർഡാണ്. അവർ സർട്ടിഫൈ ചെയ്ത ലാബുകളിൽ 2 പ്രാവശ്യം ഈ പറഞ്ഞ മെഡിസിൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ GMP സർട്ടിഫൈഡ് പ്ലാന്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്ത മെഡിസിൻസ് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് മാനുഫാക്ചർ എൻഡിലാണ്. അവർ എല്ലാ ബാച്ച് മരുന്നുകളും പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തിയതിന് ശേഷം ഒരു റാൻഡം സാമ്പിൾ ഈ പറഞ്ഞ NABL ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കുകയും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് വെച്ചുകൊണ്ടാണ് ജനൗഷധി വെയർഹൗസുകളിലേക്ക് ഈ മരുന്നുകൾ ചെല്ലുന്നത്. ഈ പറഞ്ഞ വെയർഹൗസുകളിലെത്തിയ ഈ മരുന്നുകൾ വീണ്ടും ഒരു റാൻഡം സാമ്പിളിങ്ങിന് വിധേയമാക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ വെയർഹൗസുകളിൽ നിന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയക്കുന്നുണ്ട് ഈ പറഞ്ഞ NABL ലബോറട്ടറീസിൽ. ഈ രണ്ടാമത്തെ ടെസ്റ്റും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. IP സ്റ്റാൻഡേർഡിൽ, ഇന്ത്യൻ ഫാർമക്കോപ്പിയ സ്റ്റാൻഡേർഡിൽ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ മരുന്നുകൾ ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഈ 2 തരത്തിലുള്ള ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ WHO GMP സർട്ടിഫിക്കേഷൻ ഉള്ള പ്ലാന്റുകൾക്ക് മാത്രമേ ഈ ടെൻഡർ പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും കൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള മറ്റ് ഏതൊരു ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലനേക്കാൾ കൂടുതൽ വിശ്വാസ്യത ഈ ജനൗഷധി കേന്ദ്രങ്ങൾക്ക് വരികയാണ്. ഇതുകൂടാതെ ഈ മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്ന വെയർഹൗസുകൾ അത് ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രാക്ടീസ്, അതായത് നമ്മൾ ഈ പറഞ്ഞ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് കൂടാതെ WHOയുടെ ഗുഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രാക്ടീസുകളുണ്ട്. അതനുസരിച്ച് കൃത്യമായ ടെമ്പറേച്ചറിലും ഹ്യൂമിഡിറ്റികളിലും അതുപോലെ CCTV സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് കോൾഡ് ചെയിൻ സ്റ്റോറേജ് സൂക്ഷിക്കേണ്ട മരുന്നുകൾ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടൊക്കെയുള്ള പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്രാക്ടീസുകൾ ഫോളോ ചെയ്യുന്ന വെയർഹൗസുകളിലാണ് ഈ മരുന്നുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻഡ് യൂസറിൽ എത്തുന്നത് വരെയുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ 2 ടെസ്റ്റുകളും NABL ലബോറട്ടറീസിൽ നടത്തുന്ന 2 ടെസ്റ്റുകളും ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ ക്വാളിറ്റി അനാലിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ക്വാളിറ്റി അനാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സെൻഡ് ചെയ്യുകയാണ്. അതിന് ശേഷം മാത്രമാണ് ഈ ജനൗഷധി ഔട്ട്ലെറ്റുകളിലേക്ക് ഈ മരുന്നുകൾ എത്തുന്നത്. അപ്പോൾ 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ ഏതാണ്ട് 9,208 സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തതിൽ 12 സാമ്പിൾസാണ് നോട്ട് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി, അതായത് NSQ, നോട്ട് ആസ് പെർ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കാറ്റഗറിയിലേക്ക് വന്നത്. ബാക്കിയുള്ളതെല്ലാം ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിലായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് കാര്യം, ഈ ടെസ്റ്റുകൾ മുഴുവനും ഫാബ്രിക്കേറ്റഡ് ആണ്, ഈ ടെസ്റ്റുകളിൽ മുഴുവനും അഴിമതിയാണ്, ഇതൊന്നും തന്നെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ആരോപിക്കാൻ പറ്റുക. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരുപാട് മനുഷ്യർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓരോ ടെസ്റ്റിംഗ് ഏജൻസികളാണെങ്കിലും ലബോറട്ടറികളാണെങ്കിലും വെയർഹൗസിൽ ജീവനക്കാരാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും തന്നെ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഈ അഴിമതിയിൽ പങ്കെടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ ലിങ്ക് ലീക്ക് ആകുകയും മാധ്യമങ്ങൾക്ക് അത് ചോർത്തി കിട്ടുകയൊക്കെ ചെയ്യും. മിനിമം കേരളത്തിലെങ്കിലും അങ്ങനെ സംഭവിക്കേണ്ടതാണ്. കേരളത്തിലും ഏതാണ്ട് 1310-ലധികം കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ 5-6 വെയർഹൗസുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിൽ ഫെയിൽഡ് ആവുന്ന മരുന്നുകളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഫെയിലായ മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെയുള്ള കഥകൾ, സ്റ്റോറീസ്, വാർത്തകളൊക്കെ നമ്മൾ കേൾക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും തന്നെ നിലവിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ജനൗഷധി കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിച്ച മരുന്നുകളിൽ ടെസ്റ്റ് ചെയ്തിട്ട് IP സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് എന്ന റിപ്പോർട്ടുകൾ ഒരുപാട് നമുക്ക് ലഭ്യമാണ് താനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജനൗഷധി കേന്ദ്രങ്ങളിലെ മരുന്നുകൾക്ക് വില കുറയുന്നത്, അല്ലെങ്കിൽ ഈ വിലക്കുറവിൽ എങ്ങനെ നൽകാൻ കഴിയുന്നു എന്നുള്ളതിനുള്ള ഉത്തരം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത്. ഈ മരുന്നുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്ന APIs ആണ്. ഈ API ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിലെ MSMEകൾക്കൊന്നും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു ഘടകമല്ല. ഈ API ആണ് ഒരു മരുന്നിൻ്റെ കണ്ടൻറ്റ്. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അസക്ലോഫെനാക്ക് ഒരു നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. അസക്ലോഫെനാക്ക് മിക്കവാറും വേദന സംഹാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഈ മരുന്നിൻ്റെ API, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന സാധനം
ചൈനയിൽ നിന്നാണ് മിക്കവാറും വരുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മിക്കവാറും ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ മരുന്നുകളുടെയും മിക്കവാറും മരുന്നുകളുടെ 90% മരുന്നുകളുടെയും API ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയും ഇതിൽ നിന്നാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ മരുന്നുകൾ ഫോർമുലേഷന് വിധേയമാകുന്നത്. അതായത് ആ API കൃത്യമായിട്ടും മെഷർ ചെയ്ത് ടാബ്ലറ്റ് രൂപത്തിലേക്ക് മാറ്റുന്ന പ്രോസസ്സാണ് ഫോർമുലേഷൻ. ഈ ഫോർമുലേഷൻ മാത്രമാണ് ഈ മെജോറിറ്റി കമ്പനികളും ഇന്ത്യയിൽ നടത്തുന്നത്. പ്രധാനപ്പെട്ട ചില മെയിൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കമ്പനികളും ഈ ഫോർമുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മരുന്നിൻ്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ഈ API ആണ്. API പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ലോക്കൽ ഈ പറഞ്ഞ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ API ബൾക്കായിട്ട് ഓർഡർ ചെയ്ത് മേടിക്കുന്നു, അതിനുശേഷം അത് വെച്ചിട്ട് പ്രൊഡക്ഷൻ നിർമ്മിക്കുകയാണ്. ആ സമയത്ത് വളരെ ചുരുങ്ങിയ കോസ്റ്റിൽ അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് അസക്ലോഫെനാക്കിൻ്റെ ഉദാഹരണം തന്നെ എടുത്തു കഴിഞ്ഞാൽ 1 കിലോഗ്രാം അസക്ലോഫെനാക്ക് APIക്ക് ഏതാണ്ട് 900-1000 രൂപ വില വരും. ഈ 1 കിലോഗ്രാം നമ്മൾ നോർമൽ ഡോസേജ് ഉപയോഗിക്കുന്നത് 325 മില്ലിഗ്രാം ആണ്. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്ട് 3000-ലധികം ടാബ്ലറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള API ആണത്. ഈ APIയുടെ കോസ്റ്റ് ആ സമയത്ത് 33 പൈസ മാത്രമേ വരുന്നുള്ളൂ. ഈ അസക്ലോഫെനാക്ക് ടാബ്ലറ്റിൻ്റെ API കോസ്റ്റ് എന്ന് പറയുന്നത് 33 പൈസയാണ്. നേരെ മറിച്ച് ജനൌഷധി റേറ്റ് 1 രൂപയാണ് ഒരു ടാബ്ലറ്റിന്. 3000 രൂപയാവും ഈ പറഞ്ഞ 1 കിലോഗ്രാം അസക്ലോഫെനാക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച ടാബ്ലറ്റ് ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ 3000 രൂപയാണ് ഈ പറഞ്ഞ കമ്പനിക്ക് കിട്ടുക. 1000 രൂപ അസക്ലോഫെനാക്ക് APIക്ക് പോയാലും 2000 രൂപ അവരുടെ കയ്യിലുണ്ട്. നേരെ മറിച്ച് ബ്രാൻഡഡ് ആണെങ്കിൽ 5 രൂപയാണ് ഒരു ടാബ്ലറ്റിന്. അപ്പോൾ 15000 രൂപ ലഭ്യമാകുകയും 1000 രൂപ പോയാൽ 14000 രൂപ ഈ ബ്രാൻഡഡ് കമ്പനിക്ക് ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഈ ലാഭത്തിലുള്ള ഡിഫറൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ജനറിക്കും ബ്രാൻഡഡും തമ്മിലുള്ള മരുന്നുകൾക്കുള്ള ഏക വ്യത്യാസം. ഈ API ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഈ രണ്ട് കമ്പനികളും, ഈ ബ്രാൻഡഡ് നിർമ്മിക്കുന്ന കമ്പനികളും ജനറിക് മരുന്ന് നിർമ്മിക്കുന്ന കമ്പനികളും വാങ്ങിക്കുന്നത് മിക്കവാറും ചൈനയിലുള്ള ഏതെങ്കിലും ഒരേ API മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നായിരിക്കും. ജസ്റ്റ് നമ്മളതിൻ്റെ ബ്രാൻഡ് നെയിം മാറി കളർഫുള്ളായിട്ടുള്ള പാക്കേജുകളിൽ ഉൾപ്പെടുത്തി നമുക്ക് തരുന്ന സമയത്ത് 5 ഇരട്ടി മുതൽ 10 ഇരട്ടി വരെയുള്ള റേറ്റ് വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഏതാണ്ട് നമ്മുടെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളൊക്കെ ഇതേ രീതിയിൽ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതാണ്. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. പലപ്പോഴും ഗ്രാഫിക്സ് കാർഡുകളോ ലാപ്ടോപ്പോ ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ നോക്കി വാങ്ങുമ്പോൾ 2-3 ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് നിർമ്മിക്കുന്നത് ചിലപ്പോൾ ഒരു സിംഗിൾ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ആയിരിക്കും. അതിനുശേഷം ബ്രാൻഡുകൾ അത് ബൾക്കായിട്ട് വാങ്ങിച്ച് അവരുടെ ലോഗോയും എംബ്ലോവും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് വ്യത്യസ്ത പേരുകളിൽ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ജനൌഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ ചെറിയ വിലയ്ക്ക് അവർക്ക് നൽകാൻ കഴിയുന്നത്. ലാഭത്തിലുള്ള കുറവാണ് പ്രധാനമായിട്ടും നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് നിലവിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ മരുന്നുകളും, ഏതാണ്ട് എല്ലാ മരുന്നുകളും ജനറിക് കാറ്റഗറിയിൽ തന്നെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള R&D പ്രൊഡക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറഞ്ഞ കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. ഈ മരുന്നിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ, ഒന്നാമതായിട്ടുള്ള ഡ്രഗ് ഡെവലപ്മെൻറ്റ് സ്റ്റേജും ക്ലിനിക്കൽ ട്രയൽസ് ഒന്നും നമ്മളധികം നടത്തുന്നില്ല. നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറും മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലും മാത്രമാണ് ഇന്ത്യൻ കമ്പനികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിപ്ലൈ ആണെങ്കിലും സൺ ലബോറട്ടറീസ് ആണെങ്കിലും റെഡ്ഡീസ് ലാബ് ആണെങ്കിലും ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറിക് മരുന്നുകൾ ബ്രാൻഡ് വാല്യൂവിൻ്റെ പേരിൽ മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്നതും, അതേസമയം ഇതേ മരുന്ന്, ഇതേ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ കണ്ടന്റ് ഒരുപക്ഷെ ഇവർ വാങ്ങിക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് മേടിച്ച API ഉപയോഗിച്ച് നിർമ്മിച്ച ജനൌഷധി മരുന്ന് തമ്മിലുള്ള ഡിഫറൻസ് ഈ ഡോക്ടർമാർ പറയുന്നത് പോലെ അനക്ഡോട്ടൽ എവിഡൻസ് മാത്രമായിട്ട് പരിഗണിച്ച് നമ്മൾ പൊതുജന സമൂഹം തള്ളിക്കളയണമെന്നും അതിൽ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ക്ലെയിംസ് ആണ് അവർ നടത്തുന്നതെന്നും, അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള പഠനങ്ങൾ നമുക്ക് മുന്നിൽ കൊണ്ടുവെക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്.